എടി കാലമാറിന്റെ മൂത്ത മോളെ ആ താക്കോലിങ് വന്നിട്ട് ഓടി നിന്റെ കൈ ഞാൻ മുറിക്കും. മനസ്സില്ല, കൊണ്ടുപോയി കേസ് കൊടു. എടി താക്കോലിങ് തരാനാ പറഞ്ഞേ. എടി താക്കോൽ വെള്ളത്തിൽ പോ. ഇനിയും എടുക്കുന്നതൊന്ന് കാണണമല്ലോ. നിനക്ക് കാണണമല്ലേ? ഞാൻ ഇപ്പൊ കാണിച്ചു. വാസു എവിടെ? വാസു എവിടെയെന്ന്? അരമണിക്കൂറായി ഞാൻ ബില്ല് കൊടുക്കുന്നു. എന്താ ട്രോളി വരാൻ താമസിച്ചത്? എഞ്ചിൻ അല്പം റിപ്പയർ ആയിരുന്നു സാർ. കള്ളം പറയരുത്. തന്റെ വേഷം കണ്ടാൽ അറിയാൻ താൻ ആറ്റിൽ കുളിക്കാൻ പോയതാണെന്ന്. സാർ, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ശരി, താൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ എന്തിനു സ്വിച്ച് ഇട്ട് വിഞ്ച് ഓപ്പറേറ്റ് ചെയ്തു? നാട്ടുകാർ ജോലി ചെയ്യുന്നു, താൻ ശമ്പളം പറ്റുന്നു അല്ലേ? സാർ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. വിശദീകരണമൊന്നും വേണ്ട. ഒരു കുട്ടി അത്യാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ട്രോളി അന്വേഷിച്ചത്. ബെല്ലുകൊടുത്തിന്റെ വിരലൊടിഞ്ഞത് മിച്ചം. ഒരു വഴിപോക്കൻ ട്രോളി ഓപ്പറേറ്റ് ചെയ്യുന്നു, ഡ്യൂട്ടി സമയത്ത് താൻ ആറ്റിൽ നീരാടുന്നു. ബേഷ്. നിന്നോട് ആര് പറയണ വിഞ്ച് സ്റ്റാർട്ട്? ഒന്നേക്ക് നോസിന് പിഞ്ചിക്കാരൻ മോദി. ഇതിനടിച്ചിരിക്കുന്നേ. നീ എന്തിനാ വന്ന എടുത്ത പൊങ്ങാത്ത പാത്രത്തിൽ പിണ്ണാക്ക് കളിക്കുന്നേ? മാറേക്ക്, ഞാൻ എടുക്കാം. നിന്നോട് ആര് പറഞ്ഞ ട്രോളി സ്റ്റാർട്ട് ചെയ്യാൻ? അയ്യോ, വാസുണ്ണ അടിക്കില്ല. എഞ്ചിനീയർ സാറേ എന്നോട് ജോലിക്ക് അയച്ചു. ഈ കവർ വാസുണ്ണ തരാൻ പറഞ്ഞു. എന്താണിത്? 10 ദിവസത്തേക്ക് തന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് മനസ്സിലായി. ഞാൻ ചെയ്ത കുറ്റം എന്താണെന്നാ മനസ്സിലാകാത്തെ? ആ വിവരം അതിലുണ്ടല്ലോ. ഡ്യൂട്ടി സമയത്ത് വിഞ്ച് ഹൗസിൽ ഉണ്ടായിരുന്നില്ല, അത് തന്നെ കാരണം. എനിക്കൊരു തെറ്റ് പറ്റി, അതിന് സാറിനെ വഴക്കം പറഞ്ഞു. അതിനുശേഷം ഈ കടലാസ് അച്ചടിച്ച് തന്നിട്ട് എന്തായിരുന്നു സാർ കാര്യം? സാർ, ജോലിക്ക് വന്ന നാൾ മുതൽ സാറിന് എന്നെ കണ്ടുകൂടാ. തുടക്കം മുതലേ തന്റെ പോക്കും ശരിയായിരുന്നില്ല. ജോലി കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയട്ടെ? അപ്പോൾ ഞാൻ സ്ഥലം മാറി വന്നതിന് ശേഷമാണോ വാസു തെറ്റ് ചെയ്യാൻ തുടങ്ങിയത്? സാർ, സാറിന് എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ദേഷ്യമാണ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. സാർ, എനിക്ക് ഏറ്റവും വലുത് എന്റെ അഭിമാനം. അത് പോയാൽ പിന്നെ എനിക്ക് 2 അതിരുകളേ ഉള്ളൂ. മേലെ ആകാശം, താഴെ ഭൂമി. അതിന് വാസുവിനെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടില്ലല്ലോ. 10 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തെന്ന് മാത്രം. 11-ാം ദിവസം ജോയിൻ ചെയ്തോളൂ. ആ വിഞ്ച് ഹൗസിൽ മറ്റൊരുത്തിന് ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. നാളെ ഞാൻ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ ആളുകൾ എന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാസുവിന് പോകാം. സാറ് വിചാരിച്ചാൽ ഈ സസ്പെൻഷൻ പിൻവലിപ്പിക്കാൻ സാധിക്കും. ഐ സെഡ് യു ക്യാൻ ഗോ. താൻ അത്ര വലിയ വേലാവുന്നോണ്ട. ആ വിഞ്ച് ഹൗസിൽ മറ്റൊരുത്തൻ ജോലി ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. തന്നെ ഞാൻ കാണിച്ചിരുന്നു.
വാസുവിന് ജോലിയിൽ സസ്പെൻഡ് ചെയ്തു. വാസുവിന് കള്ളം കൊടുത്തിട്ട് അങ്ങോട്ട് പോയിരിക്ക. ഈ വാസു ജീവിച്ചിരിക്കുമ്പോ ഏത് പട്ടിക്കാരാൻ ട്രോളിട്ട് വരാൻ ധൈര്യം? അത് കഴിഞ്ഞ പട്ടികളെ. ഇപ്പോഴെങ്ങനെയുണ്ട്? ഇതേവരെ ബോധം വീണിട്ടില്ല. ഹോമിയോ ഡോക്ടർ വന്ന് കുത്തിവെച്ചു. ഇടത്തെ കൈ 3 ഒടിവുണ്ട്. ഏതായാലും ഈ നിലയിൽ വാസുവിനെ കിടത്തുന്നത് ശരിയല്ല. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. വേഗം വേണം, ഞാൻ ജീപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ണനോടൊരു വാക്ക് ചോദിക്കാതെ മരിക്കാൻ പോകുന്ന ആളിനെ രക്ഷപ്പെടുത്താൻ അയാളുടെ അനുവാദം ആവശ്യമില്ല. പറയുന്ന അനുസരിച്ചാൽ മതി. ജാനുവിടെ നിൽക്കും. ആശുപത്രിയിലേക്ക് 30 മൈലോളമുണ്ട്. അവിടെ യാതൊരു സൗകര്യം ഉണ്ടായിരിക്കില്ല. വാസുവിനെ ഞാൻ നോക്കിക്കൊള്ളാം. ഒട്ടും വിഷമിക്കില്ല. ഞാനും കൂടി വരാം സാർ. കണ്ണ് തുറന്നു നോക്കുമ്പം എന്നെ കണ്ടില്ലെങ്കിൽ ചേട്ടൻ വിഷമിക്കും. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ജീപ്പ് വെച്ച് വിളിപ്പിക്കാം. സമാധാനമായിരിക്കും. കമലാക്ഷി, ജാനുവിനെ ആശ്വസിപ്പിക്കും. വാസുവിന് തീരെ സുഖമില്ല. ചികിത്സയും വിശ്രമവും കൂടിയേ കഴിയൂ. നിങ്ങൾ എന്തിനിവിടെ വന്നു? നിങ്ങൾ എന്റെ ജീവിതം തകർത്തു, എന്നെ നശിപ്പിച്ചു. വാസു എന്തു പറഞ്ഞാലും ഇപ്പോൾ ഞാൻ കേൾക്കും. ഈ സന്ദർഭത്തിൽ വാസു ഇഞ്ച് ഓപ്പറേറ്ററും ഞാൻ എഞ്ചിനീയറുമല്ല. നമ്മൾ സഹോദരങ്ങളാണ്. സഹോദരങ്ങൾ? അയ്യോ അമ്മ. എനിക്ക് പേടി തോന്നുന്നു ചേച്ചി. ഇത്രയും ദിവസമായിട്ടും ചേട്ടന് ഒരു കുറവുമില്ല. എന്നാര് പറഞ്ഞു? നല്ല കുറവുണ്ട്. നീ സമാധാനമായിരിക്കും. ആശുപത്രിയിലോട്ട് എന്നാൽ 2 മണിക്കൂറിൽ കൂടുതൽ അവിടെ നിൽക്കാൻ എഞ്ചിനീയർ അദ്ദേഹം സമ്മതിക്കത്തുമില്ല. എത്ര നല്ല മനുഷ്യൻ. നിന്റെ ചേട്ടന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി മാത്രമാ അദ്ദേഹം അവധിയെടുത്തിരിക്കുന്നത്. എല്ലാം വിധി പോലെ നടക്കും. ഈശ്വരൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ പിടിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഐ ആം റിയലി സോറി മിസ്റ്റർ രവി. വാസുവിനെ രക്ഷിക്കുവാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. വാസുവിന്റെ ജീവനാണ് പ്രധാനം. മറ്റെല്ലാ കാര്യങ്ങളും ഞാൻ ഡോക്ടറുടെ തീരുമാനത്തിൽ വിടും.
ഡോക്ടർ എന്ത് പറഞ്ഞു? വിഷമിക്കാനൊന്നുമില്ല. പക്ഷെ ഒരു പ്രധാന കാര്യം, സ്നേഹമുള്ളവരെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ വാസുവിന്റെ മനോവിഷമം കൂടുകയുള്ളൂ. 1-2 ആഴ്ചയ്ക്കകം വാസു ആശുപത്രി വിടും. അതുവരെ ജാനു ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. സാർ, ഞാൻ പറയുന്ന കേൾക്കും. വാസുവിനോട് ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പോകും. സാരമില്ല മോളെ, സാരമില്ല. ഏത് നശിച്ച സമയത്താണോ ആ ഇബിലീസിന് ഇവിടെ സ്ഥലം മാറ്റം വാങ്ങി വരാൻ തോന്നിയത്? ആ ദ്രോഹി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. സഹായിക്കാനാണെന്നും പറഞ്ഞ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. എന്റെ അണ്ണന്റെ കയ്യും മുറിച്ചു വിട്ടു. എന്നാലും വാസുവണ്ണന്റെ ഈ കുത്തിയിരിപ്പ് കാണുമ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോകുന്നു. വാസുവണ്ണന് ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾ ജോലി ചെയ്ത് വാസുവണ്ണനെ രക്ഷിക്കും. എണീക്കടാ, എണീക്കാൻ. നീ എന്താ പറഞ്ഞത്? വാസുണ്ണനെ രക്ഷിക്കുമെന്നു? അതായത് നീയൊക്കെ എനിക്ക് ഭിക്ഷ തരുമെന്ന്? നിന്റെയൊക്കെ ഓശാരം വാങ്ങാൻ എന്റെ പട്ടി വരൂടാ. ഓടാ അവിടുന്ന്, പോരാവന്. അവന്മാരുടെ ഒരു സഹതാപം.
എനിക്കും എന്റെ ജാനുവിനും വേണ്ടി പണിയെടുക്കാൻ ഒരു കൈ എനിക്ക് ധാരാളം മതി. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ഇരുന്ന് മോങ്ങിയാ മതിയോ? നീയല്ലേ ഇതിനെല്ലാം കാരണം. എന്റെ വയറ്റിൽ ഇങ്ങനെ ഒരെണ്ണം ജനിച്ചല്ലോ ഭഗവാനെ. ശീലു, അങ്ങോട്ട് നോക്ക്. ഒരു രണ്ട് കാര്യം നടന്നു വരുന്നു. ആരാ അത്? ഈറ്റ പൊതിയുന്നത് പോലെയല്ലേ ആളുകൾ കൂടിയിരിക്കുന്നത്? അയ്യോ അമ്മേ, കമൽഹാസനെ പോലെ ഇരിക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ആക്ടറാ. ചെറുതാലെന്ത് വലുതാലെന്ത്, ആക്ടർ ആക്ടർ തന്നെയല്ലേ. ഇവിടെ ഓട്സ് കിട്ടുമോ? ഒരു ഫർലോങ് അങ്ങോട്ട് പോയാൽ ഒന്നാന്തര ഓട് ഇഷ്ടിയം കിട്ടും. കൺട്രികൾ വൈറ്റ് ഓട്സ് കുടിക്കുന്നത്. ആ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ ഒന്നാന്തരം മാറ്റിയാറാൻ കിട്ടും. സാർ, ഇവിടെ സ്പെഷ്യൽ ടീ ഉണ്ട്. സ്പെഷ്യലാണോ? ആ, എന്നാ ഒരു ഗ്ലാസ് നോക്കാം. അമ്മ ഒന്ന് വേഗം എടുക്ക്. സാർ ഏതൊക്കെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്? 200 പടം കഴിഞ്ഞു. എന്റെ ഭഗവതി, 200 പടവും. സ്വാമി അയ്യപ്പനിൽ അഭിനയിച്ചിട്ടുണ്ടോ? കൊള്ളാം, പിന്നില്ലേ. സ്വാമി അയ്യപ്പനിൽ ബേബി സുമതി ഒരു പാട്ട് പാടുന്നില്ലേ? തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി. ആ പാട്ടിന്റെ ആ സമയത്ത് 10 പേർ തൊഴുതു നിൽക്കുന്നതിൽ മൂന്നാമത് നിൽക്കുന്നത് ഞാനാ. അയ്യോ, സ്വാമിയപ്പൻ ഞാൻ 10 പ്രാവശ്യം കണ്ടു. അല്ല സാറേ, ഈ സിനിമയിൽ അഭിനയിച്ചാലേ ഒത്തിരി രൂപ കിട്ടുമോ? ഞാനിപ്പോഴൊരു പടം 50,000 രൂപയ്ക്ക് സൈൻ ചെയ്തതേ ഉള്ളൂ. 50,000? എടീ, നോയിക്കൊണ്ട് നിൽക്കുന്നു. സാറിനെ വാഴക്കപ്പെടുത്തു കൊടുക്ക. വാസുവിന് ഇപ്പോഴെങ്ങനെയുണ്ട്? അകത്തുണ്ട്, വിളിക്കാം. ഉപദ്രവിക്കണ്ട. ജാനു, നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ തികച്ചും നിരപരാധിയാണ്. സാറിനെ പറ്റി ഞങ്ങൾക്കറിയാം. ഇല്ല, വാസുവിന് എന്നെ ഒട്ടും അറിയില്ല. ജാനുവെങ്കിലും എന്നെ മനസ്സിലാക്കണം. ഞാൻ വരട്ടെ. ഇങ്ങോട്ട് കയറിയിരുന്നാട്ടെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ആഹാ, നീ ആളങ്ങ് മാറിപ്പോയല്ലോ. കൊള്ളാം. ഞാൻ വാസുണ്ണനോടൊരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? ഞാൻ സ്വന്തമായിട്ടൊരു മുറുക്കാൻ കട തുടങ്ങി. ആ, എവിടെ? നമ്മുടെ പങ്കിയേക്കന്റെ ചായക്കടയുടെ അടുത്താ. ഞാൻ പുറത്തു പോയി തുടങ്ങട്ടെ, പിന്നീട് വരാം. അപ്പൊ ഞാൻ പോട്ടെ. നീ നന്നായി വരും. ചേട്ടാ, ഇതൊന്ന് പിടിച്ചു തന്നേ. ഇവിടെ ആരാ സിഗരറ്റ് വലിക്കുന്നത്? ശീലു, ശീലു.
ചേട്ടൻ എപ്പോഴാ വന്നത്? ഞാൻ കണ്ടതേ ഇല്ലല്ലോ.